പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KSEBയിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. 35,000 രൂപ മുതൽ 80,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തിക കൂടിയാണിത്. നമുക്കിതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടത് എങ്ങനെ, യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് കരാറടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പ്രോഗ്രാമർ തസ്തികയിലേക്കാണ്. KSEBയുടെ IT വിഭാഗത്തിലെ വിവിധ ഗവേണൻസ് ആൻഡ് IT പ്രൊജക്ട് വർക്കുകളിലേക്കാണ് പ്രോഗ്രാമറെ നിയമിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 1 ആണ്. KSEBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി യോഗ്യത നോക്കാം. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് BTech or BE in Computer Science or Information Technology or Electronics and Communication or MCA or MSc Computer Science with minimum 60% marks from a recognized university or institution. അതുപോലെ തന്നെ 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആണ് ഈ തസ്തികയിൽ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 9 വേക്കൻസികളാണ് ഉള്ളത്. അതിൽ പ്രോഗ്രാമറായി 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരുടെ 2 വേക്കൻസി, 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്രോഗ്രാമറുടെ 4 വേക്കൻസി, 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്രോഗ്രാമറുടെ 1 വേക്കൻസി, മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്രോഗ്രാമറുടെ 2 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 9 വേക്കൻസികളാണ് ഈ തസ്തികയിൽ ഉള്ളത്. ഇനി ശമ്പളം നോക്കാം. 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്രോഗ്രാമർക്ക് 35,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 60,000 രൂപയാണ് ശമ്പളം. 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 80,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള പ്രോഗ്രാമർക്ക് 60,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. ഇനി പ്രായപരിധി നോക്കാം. പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. KSEBയുടെ സെലക്ഷൻ പാനൽ കണ്ടക്ട് ചെയ്യുന്ന റിട്ടൺ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നിവയിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. റിട്ടൺ ഒബ്ജക്റ്റീവ് ടെസ്റ്റിലുള്ള സെക്ഷൻസ് റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നിവയാണ്. ഇതുപോലുള്ള പരീക്ഷകൾക്കും കേരള PSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്രോഗ്രാമർ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ തികച്ചും കരാറടിസ്ഥാനത്തിൽ 6 മാസക്കാലത്തേക്കാണ് നിയമിക്കുന്നത്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ പ്രവർത്തന മികവിനും പ്രൊജക്ട് റിക്വയർമെന്റിനും അനുസരിച്ച് കരാർ കാലാവധി നീട്ടാനും സാധ്യതയുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 2026 ഏപ്രിൽ 1 ആണ്. www.kseb.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളുമെല്ലാം KSEBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഏപ്രിൽ 1 മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.